കണ്ടില്ലേ കേശവ, ഇവനാണോ നമുക്ക് സമാനം? ഇവന്റെ പ്രഹരത്താൽ നമ്മുടെ രഥം 2 അടി പിറകോട്ട് നീങ്ങിയെങ്കിൽ നമ്മുടെ അസ്ത്രത്താൽ അവന്റെ രഥം 10 അടി പിറകോട്ട് നീങ്ങി. ഹേ ധനഞ്ജയ, നിന്റെ രഥം അഗ്നിദേവന്റെ വരം. കാവലാൾ ധ്വജസ്ഥിതനായ ആഞ്ജനേയൻ, തേരാളിയായി ത്രിലോകനാഥനായ നാമം. എന്നിട്ടും രഥം 2 അടി പിറകോട്ട് നീങ്ങിയെങ്കിൽ ആലോചിക്കൂ അർജുന, അവനൊരു സാധാരണ യോദ്ധാവല്ല. കണ്ടില്ലേ, കണ്ണിൽ സൂര്യ തേജസ്, കയ്യിൽ അജയ്യമായ വിജയാസ്ത്രം. അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാണ്. സൂര്യപുത്രൻ വൈകർത്തനൻ. നമ്മെ വധിക്കാൻ വന്നതാണെങ്കിൽ വധിച്ചോളൂ കൃഷ്ണ. നിന്റെ സാരോപദേശങ്ങൾ കണ്ണൻ അർജുനനല്ല. 18 ദിവസങ്ങളായി നടന്ന ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നീ ചെയ്ത പാപം ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല. ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നിട്ടും നിനക്കിതിനെങ്ങനെ കഴിഞ്ഞു? നമ്മുടെ പിതാവിന്റെ നാമം ഉച്ചരിക്കാനുള്ള അർഹത നിനക്കില്ല കൃഷ്ണ. നീ വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം നിനക്ക് തടയാം.